എടാ നീ ഇവിടെ ഇങ്ങനെ മീനും പിടിച്ചിടുന്നു കേട്ടാ. ഞാൻ പിടിക്കണ മീനല്ല, നീയല്ലേ പിടിച്ചിരിക്കണം. എടാ നമ്മളെ നാട്ടുകാർക്ക് ഒരു വിലയില്ല. എടാ ജംഗ്ഷനിൽ പോകുമ്പോൾ ആൾക്കാർ കളിയാക്കി ചിരിക്കുകയാണ്. വില വരാൻ വേണ്ടിയിട്ട് PSC റാങ്ക് വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. എടാ നമ്മുടെ നാട് വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി? എടാ ആ പ്രതിസന്ധിയാണ് ബാറ്റ്മാൻ അല്ല ബ്ലാക്ക് മാൻ. കാര്യം പറഞ്ഞു. എടാ യുമാരെ കൊണ്ട് നാട്ടുകാർക്ക് ഇറങ്ങിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാത്രി മോഷണം മാത്രവും പിടിച്ചു കയറി രാത്രി പെണ്ണുങ്ങളെ വീട്ടിൽ കയറി ഒളിഞ്ഞോട്ടും ഉണ്ടെന്ന്. എടാ അത് മാത്രമല്ല, യമാടെ മെയിൻ പരിപാടി സ്റ്റിക്കർ ഒട്ടിപ്പാണ്. സ്റ്റിക്കർ ഒട്ടിച്ച് MVD പിടിക്കൂലേ? ആ സ്റ്റിക്കർ അല്ല, യമാടെ കയ്യിൽ കറുത്ത സ്റ്റിക്കർ ഉണ്ട്, അതുകൊണ്ട് ഒട്ടിച്ചു വയ്ക്കും. ഓ, അപ്പൊ അതാണ് ഞാൻ ശശിയണ്ണന്റെ വീട്ടിൽ കണ്ട സ്റ്റിക്കർ. അവിടെ കറുത്ത സ്റ്റിക്കർ ഉണ്ടോ? അയ്യോ എന്നിട്ട് അവിടെ തന്നെ പോയാ? അണ്ണന്റെ പെണ്ണുമ്പോൾ ഒളിച്ചോടിന്നാണ് കേട്ടത്. ബ്ലാക്ക് മാനെ പഠിച്ച് മീനും പോയാ. പോലീസുകാർ പോലും പിടിക്കാത്തൊരു കാര്യവും യവന്മാരെ വല്ലതും നമ്മളെ പിടിച്ച. എടാ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ജംഗ്ഷനിലെ മരമില്ലേ, അതിൽ നമ്മൾ കെട്ടിയിടില്ല അത്രയും. പക്ഷെ അങ്ങനെയൊന്നും അവരെ പിടിക്കാൻ പറ്റൂല. ആന്ധ്രാ യവന്മാരെ കാല് സ്പ്രിംഗ് ഒക്കെ ഉണ്ട്. അവന്മാർ ഇവിടെ ചാടിക്കഴിഞ്ഞാൽ അടുത്ത ആറ്റിങ്ങിലായിരിക്കും പൊങ്ങുന്നത്. അന്ന് ആറ്റിക്കല് പോയല്ലേ? എടാ നീ പോയി ആറ്റിക്കല്ലേ, നമ്മൾ രണ്ടും പിടിച്ചോളാം. എങ്കിൽ ഞാൻ പോണില്ല. പിന്നെ അവിടെ നില്ലേ സ്പ്രിങ് മാത്രവും യുവമാരെ ദേഹം ഫുള്ള് ഓയിലാണ്. ഓയിലി സ്കിന്ന്? ഓയിലി സ്കില്ലൊന്നും അല്ലടേ, എണ്ണയും കരി ഓയിലൊക്കെ തേച്ചാണ് നിൽക്കണം തെന്നി പോകാൻ വേണ്ടിട്ട്. ഒരാത്തിന്റെ മകരായതോ? എടാ മാരകായുധം. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ച. അയ്യോ, അപ്പൊ നമ്മൾ എങ്ങനെ പിടിക്കും? എടാ ഇന്നലെ പഞ്ചായത്ത് മെമ്പർ ഗ്രൂപ്പിൽ പറഞ്ഞ കേട്ടാ. എടാ അവന്മാരെ ഇന്നലെ കടവിൽ കിടന്ന് ബ്ലാക്ക് മാനെ. അപ്പൊ നമ്മൾ അവന്മാരെ കടവിൽ വെച്ച് പൂട്ടും. ഇപ്പൊ തന്നെ പോവാം. എടാ രാത്രി പോകണ്ട, രാത്രി നമ്മൾ കടവിൽ പോകുന്നു, അവന്മാരെല്ലാം പൊക്കുന്നു. എടാ പറഞ്ഞ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് യഥാർത്ഥ പോരാളി ജയിക്കുന്നത്. എടാ ജനിക്കുന്നത്. ജനിക്കുന്നത്. ജയ് ഹിന്ദ്.